എന്തിനാണ് അത് പറഞ്ഞത്? നമ്മ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞോട് ചെന്നിരിക്കും നഖം വെട്ടിയില്ലെന്ന് ചോദിക്കും. അതെയോ? കാലിലെ നഖം വളർന്നിട്ടുണ്ടെങ്കിൽ ഇതെന്താ നഖം വെട്ടിയില്ലേ? ഓത്രക്ക് ശ്രദ്ധിക്കുന്ന ആളാണ്. കയ്യിലൊക്കെ നഖം വളർന്ന് ഇതെന്താ നഖം വെട്ടില്ല ചോദിക്കും. അത് കറക്റ്റായിട്ട് ചോദിക്കും. എല്ലാം ചോദിക്കും. അവൻ മമ്മൂക്കയുടെ അടുത്ത് ഒരു ദിവസം ഞാൻ പറഞ്ഞ് പടങ്ങളൊക്കെ കുറഞ്ഞു മമ്മൂക്കാന്ന് പറഞ്ഞ്. അതിനെന്താ കുഴപ്പമെന്താ? അല്ല പഴയ തിരക്ക് എപ്പോഴൊന്നും ഉണ്ടാവുന്നില്ല, കുറെ കഴിയുമ്പോൾ കുറയും. അപ്പോൾ നല്ല നല്ല പടങ്ങൾ വരുമ്പോൾ ചെയ്യും, പിന്നെയും കൂടും, പിന്നെയും കുറയും. പക്ഷേ പടം ഇല്ലാതെ ആൾക്കാരുടെ മനസ്സിൽ നിന്നൊന്നും പോകുന്നില്ല. കാരണം കുറേ നല്ല നല്ല ചിത്രങ്ങൾ നിങ്ങളുടെ മനുഷ്യരുടെ മനസ്സിൽ, പ്രേക്ഷകരുടെ മനസ്സിൽ നിങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചാബി ഹൗസ്, പറക്കും തളിക, CID മൂസ, അങ്ങനെ കുറേ വേഷങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ഇട്ട് കൊടുത്തേക്കുന്നുണ്ട്. അവർ നിങ്ങൾ പടമില്ലാതിരുന്നാൽ ഔട്ടായെന്നൊരു തോന്നലുണ്ടാവില്ല. കൃത്യമായിട്ട് ഇപ്പോഴും ഈ ഇലക്ഷൻ സമയത്ത് മുന്നേ ട്രോളുകളിലൊക്കെ നമ്മുടെ സിനിമകളിലെ കട്ടിങ് വരുവാണ്. മനസ്സിലായോ? ഇപ്പൊ പ്രതിച്ഛായയുടെ കാര്യം തന്നെ പറയാം. ഇപ്പൊ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുന്ന സമയത്ത് പ്രതിച്ഛായയിലെ KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആളുടെ കട്ടിങ് വരുവാ. അതെ 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 അതെ. അപ്പൊ അത് അന്ന് മമ്മൂക്ക പറഞ്ഞ ഇപ്പോഴും മനസ്സിലുണ്ട്. മനസ്സിലുണ്ട്. നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടി കേട്ടോ പറഞ്ഞത്. അയ്യോ.